സഹോദരൻ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, സിസ്റ്റർ നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, രോഗശക്തികൾ നിന്നെ മൂടിക്കൊണ്ട് കാട്ടിലിനകത്ത് കിടത്തിക്കളയാമത്. ആരൊക്കെ നിന്നെ വിചാരിച്ചാലും അതിൻ്റെ നടുവിൽ നിന്ന് കാൽവറിയിൽ അടിപ്പിണറിൻ്റെ കര യോഹന്നാന് വേണ്ടി കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി അവനെ വിടുവിച്ച കരൻ 2023 എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ചതോ. ഇന്ന് രാത്രി ഒരു സൈന്യാധിപന്റെ കരം വന്നപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ നിന്ന് കരം പിടിച്ചുയർത്തുക. സർവശക്തന്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ലോകം പറയും നീ പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും നീ അസ്തമിച്ചു പോകും. നെവർ നെവർ. ഇന്ന് രാത്രി പിശാചിന്റെ വാക്ക് കേൾക്കണ്ട. ഇന്ന് രാത്രി പറയണ എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ പതറുകയില്ല, ഞാൻ തളരുകയില്ല. ജീവന്റെ വചനമെടുത്ത് ഈ പട്ടണത്തിനകത്ത് യേശുവിനെ ആരാധിക്കാൻ പോയപ്പോൾ എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവിൽ കൂടി എൻ്റെ ഉള്ളിനകത്ത് പകർന്ന വചനത്തിൻ്റെ ദൂതുകൾ എൻ്റെ വീട്ടിനകത്ത് നന്മക്കായി പ്രകാശിക്കുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു മൈതാനെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. യോഹന്നാൻ ഉപദേശി എന്തു ചെയ്തെന്നറിയാമോ? അവർ എഫെസോസിലേക്ക് സഭയിലേക്ക് കൊണ്ടുപോയി. 2ാം ഭാഗം അടുത്ത ദിവസം. അത് കഴിഞ്ഞ് അവനെ പത്മോസിലേക്ക് നാട് കടത്തുന്നു. പത്മോസിൽ നാട് കടത്തുമ്പോൾ സ്വർഗം കൊടുക്കുന്ന ദർശനമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുകളിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ പിടിച്ചുകൊണ്ട് സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു. യോഹന്നാൻ്റെ തലമേൽ ഒരു കരമിറങ്ങി. ആദ്യനന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു യോഹന്നാന്, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, മേലാൽ എന്ത് സംഭവിക്കും? ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്? 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. ശ്രദ്ധയോടെ ബൈബിളിലേക്ക്. നമ്മുടെ ബൈബിളിൽ 31,173 വാക്യങ്ങളിൽ 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. കൃപായുഗം ഇവിടെ അസ്തമിക്കാറായി. കൃപായുഗം എവിടെ തുടങ്ങിയത്? പുത്തരി കണ്ടതല്ല തുടങ്ങിയത്, കാട്ടാക്കട കല്ലൂരി മൈതാനത്തല്ല തുടങ്ങിയത്, വെള്ളറട ജയം ഹാളിലുമല്ല തുടങ്ങിയത്. ഇന്ന് കൃപായുഗം കൃപായുഗം എന്ന് പറഞ്ഞിട്ട് കുറേ ചെറുപ്പക്കാർ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ കേട്ടിട്ട് തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിലെ കാള ഓടുന്നവർ ഓടിക്കൊണ്ടിരിക്കുന്ന ആ യുഗമല്ല കൃപായുഗം. കൃപായുഗം എവിടെ തുടങ്ങിയെന്നറിയാമോ? ഒലിവുമലയിൽ തൻ്റെ ശിഷ്യന്മാരെ യേശു കരം വെച്ച് അനുഗ്രഹിച്ചു. ദൂതൻ താഴേക്ക് വന്ന് എന്തിനാ സ്വോത്ര സെൻട്രൽ പാസ് മരിച്ചപ്പോൾ കൊച്ചുപാസുമാർ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത പോലെ ശിഷ്യന്മാർ നിന്നപ്പോൾ ദൂതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗലീല പുരുഷന്മാർ എന്തിനാ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു മടങ്ങി വരും. അതുകൊണ്ട് ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ നിൽക്കാതെ വെള്ളറുടെയും ചെമ്പൂരും ഒക്കെ യേശുവിൻ്റെ സുവിശേഷം പറയാം. സ്വോത്രം. ഇതാ ശിഷ്യ ോട് പറഞ്ഞു സ്വോത്രം. അതിനുശേഷം 40 ദിവസത്തെ വഴിദൂര. അപ്പോസ്തല പ്രവൃത്തി 2 40 ദിവസത്തെ വഴിദൂര. അവസാനത്തെ 10 ദിവസം പെന്തക്കോസ് പെരുന്നാൾ 240 മണിക്കൂർ അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2 യോവേലിൻ്റെ ചെറിയ പ്രവചനം. അന്ത്യകാലത്തെ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ. മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ. ആ യുഗത്തിൻ്റെ പേരാ കൃപായുഗം. കൃപായുഗം തുടങ്ങിയത് പുനലൂരല്ല. കൃപായുഗം തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് കുമ്പനാടല്ല. കൃപായുഗം തുടങ്ങിയത് ഇരുമ്പലിയൂരല്ല. കൃപായുഗം തുടങ്ങിയത് പാളയത്തുമല്ല. കൃപായുഗം തുടങ്ങിയത് പെന്തക്കോസ് പെരുന്നാളിൽ സയ്യോൻ മാളിക മുറിയിൽ. അറിയാം, അന്ന് ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ ദൈവസന്നിധിയിൽ സ്നാനമേറ്റു. 3120 പേരാൽ ദൈവസഭ ആരംഭിക്കപ്പെട്ടു. പ്രസിഡന്റില്ല, സെക്രട്ടറി ഇല്ല, സ്വോത്രകാഴ്ച പാത്രം അടിച്ചു മാറ്റുന്ന കമ്മിറ്റി കൺവീനറും ഇല്ല, പാസ്റ്റർമാരെ വെട്ടുന്നവനുമില്ല. ദൈവസഭ ആരംഭിച്ചത് പരിശുദ്ധാത്മാവിനാൽ. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോൾ ദൈവസഭ എടുക്കപ്പെടും. അതുകൊണ്ട് പൗലോസ്ലീഹ തന്നെ ചൊല്ലി, ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. കാന്തൻ മധ്യാകാശത്തിൽ വരുമ്പോൾ ആ യുഗം ആ കൃപായുഗ. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ എടുക്കപ്പെടും. 2 ഒരന്തിമയുദ്ധം നടക്കും. 3 ഒരുവൻ ഭരിക്കാൻ വരും. ദൈവസഭ എടുക്കപ്പെടുന്നതിനോട് ശേഷം ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ രാത്രി നാം പ്രതിപാദിക്കുന്നത്. അതിൻ്റെ മലയാളം. കൃപായുഗത്തിൽ 1ാമത്തെ സംഭവം ദൈവസഭ. പറയാം,
ഇവിടെ നമ്മുടെ ചിലമ്പറയിൽ ഒരു സഹോദരി കേൾക്കണമേ, ഇവിടെ ഒറ്റശേഖരം ഗ്രാമമംഗല ഗ്രാമപഞ്ചായത്തുകാരുടെ സഹോദരിക്ക് 20 40 കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്ത് നാടൻ ഭാഷ ഈ 40 കോഴിക്കുഞ്ഞുങ്ങളെ 2 കൂട്ടിനകത്താക്കി. ആ സമയത്താണ് നമ്മുടെ ഈ ട്രോളിംഗ് ഒക്കെ നടന്നത്. മീൻ കുറവായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ സ്ഥിരം ചെമ്പൂര് വലിയപടി മഞ്ചങ്കോട് പ്ലാമ്പഴഞ്ഞ് റൂട്ടിനകത്ത് മീൻ കൊണ്ടുവരുന്നവർ ട്രോളിങ്ങിന് ശേഷം നല്ല PP അടിച്ച് വരുന്നു. 8 മണിയായപ്പോൾ സഹോദരി ശോഭന സിസ്റ്റർ വീട്ടുപാതക്ക് വന്നിട്ട് പറഞ്ഞു, ആൻറ്റി ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല മുഴുത്ത നെത്തോലിയുണ്ട്, വിഴിഞ്ഞത്തുനിന്ന് പിടിച്ചതാ, കഴിച്ചാൽ നല്ലതാ, നല്ല കാൽസ്യമുള്ള നെത്തോലിയ, കാലുവേദന മുട്ടുവേദനയും മാറുമെന്ന് സ്വോത്രം ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്ന പോലെ സഹോദരിയോട് നല്ല സഹായ വിലയ്ക്ക് 200 രൂപയ്ക്ക് നെത്തോലി കൊടുത്തു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? 2 ചട്ടിയിലാക്കി ആ ടേബിളിൻ്റെ പുറത്ത് വെച്ചു. രാവിലെ അല്പം തിരക്കൊണ്ട് കുഞ്ഞ് അപ്പോൾ ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കാം. മകളോട് പറഞ്ഞു, മോളെ ജ്യോതി ഒരു 10 മണിയാകുമ്പോൾ നെത്തോലി കഴുകണം, ആ സമയത്ത് നമുക്ക് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് തലയിട്ട് കൊടുക്കാം. 2 പേര് ചപ്പാത്തിയും കടലയും കഴിച്ചതിന് ശേഷം വീടിൻ്റെ പുറത്തിറങ്ങി മുരിങ്ങയുടെ ചുവട്ടിൽ 2 ചട്ടിക്കകത്ത് നെത്തോലി പ്രിപ്പയർ ചെയ്തു, കഴുകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. തല ഒരു വഴിക്കാക്കിയപ്പോൾ സഹോദരി പറഞ്ഞു, മോളോട് കോഴിക്കുഞ്ഞിനെ തുറന്നുവിട്, കോഴിക്കുഞ്ഞ് കഴിക്കട്ടെ. സഹോദരി മീനുമായിട്ട് വന്നപ്പോഴേ ഒരുത്തൻ നല്ലതുപോലെ അതിൻ്റെ മേലെ അഡ്വാൻസ് ആയിട്ട് ക്യാമറ വെച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പേരാ പരുന്ത്. അവനറിയാൻ വല്ലതും കിട്ടുമെന്ന് സ്വോത്രം. സഹോദരി മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റാൻ പോയി. ജ്യോതിക്ക് മൊബൈൽ കുത്താൻ സമയവും പോയി. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. പരുന്തൊറ്റ വരവ്. 3 കുഞ്ഞുങ്ങൾ ഒരു കാല്, 3 കുഞ്ഞുങ്ങൾ മറ്റേ കാല്, 6 കുഞ്ഞുങ്ങൾ ഒരു പിടി പിടിച്ചു. കോഴിക്കൊച്ചുങ്ങൾ ഒരു നിലവിളി പിടിച്ചു, കിയോ കിയോ കിയോ. ചിലമ്പറയിലെ ശോഭന ചേച്ചി ഒറ്റച്ചാട്ടം നാട്ടുകാരൊക്കെ പറഞ്ഞു, 6 എണ്ണത്തിനെ കൊണ്ടുപോയേ സ്വോത്രം. അതുപോലൊരു സംഭവം ഇവിടെ നടക്കാൻ പോയതോ. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ മനുഷ്യൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. യോർദാന്റെ അക്കരെ ഏലിയാവ് ചെന്നപ്പോൾ ഏലീശയുടെ മേൽ അഭിഷേകത്തിന്റെ കരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏലിയാവിനെ എതിരേൽക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥങ്ങളും അഗ്നിയശങ്ങളും ഇറങ്ങി ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ടതുപോലെ ഈ തലമുറയിൽ ശവപ്പെട്ടിക്കകത്ത് കയറാതെ കുറെ പേര് ഇവിടുന്ന് പോകാൻ പോകുന്നു. ആ കൂട്ടത്തിന്റെ പേരാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ആ യുഗമാ കൃപായുഗം. കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗങ്ങളുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യ യുഗങ്ങൾ. പറയുമ്പോൾ പലർക്കും സന്തോഷമില്ല. കൃപായുഗത്തിൻ്റെ പ്രത്യേകത അമേരിക്കക്കാരിടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കണം, ഞാൻ അവിടെ പോയിട്ടില്ല. അമേരിക്കയിലെ കാറിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും സ്റ്റിക്കർ ഒട്ടിച്ചു, ആം എ ജീസസ് ബിലീവർ. അതിൻ്റെ അർത്ഥം ഞാൻ രക്ഷിക്കപ്പെട്ടവനാ. കാഹളം കേട്ടാൽ ഞാൻ ഒറ്റ പോക്കും, ഗുണപ്പെടാത്ത നീ ആന്നേ കാറുമായിട്ട് നദി വീഴുമെന്ന് സ്വോത്രം. അതിൻ്റെ സ്റ്റിക്കർ നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാത്രി നിങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എല്ലാ ട്രെയിനിൻ്റെ ഫ്രണ്ടിലൊന്ന് നോക്കണം. അതിനകത്ത് പണ്ടൊരു ലോക്കോയെ ഉള്ളായിരുന്നു. ഇവൻ നാഗർകോവിൽ വരെ ഓടിക്കുന്നതൊക്കെ ലോക്കമായിരുന്നു. ഞാൻ പഠിപ്പിച്ച പയ്യനെ ജനശതാബ്ദി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൻ ചെങ്കോട്ടയ്ക്ക് പോയി സ്തോത്രം. അന്ന് അവൻ ഒറ്റയ്ക്കാ രാവിലെ ജനശതാബ്ദി കോഴിക്കോട് വരെ കൊണ്ടുപോയി തിരിച്ച് രാത്രി 9:30 കഴിയുമ്പോൾ ഇവിടെ കൊണ്ടിട്ട് പേട്ടയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ കോവിഡാനന്തര ലോകത്തിൽ അവനോട് പറഞ്ഞു, ഒരാൾ വേണ്ട, ഒരാളോട് എഞ്ചിൻ റൂമിൽ ഇരിക്കണം. അതാ 2 പേർ എഞ്ചിൻ റൂമിൽ, ഒരു ഡ്രൈവർ. ലോക്കോ രക്ഷിക്കപ്പെട്ടവനാ. അവൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചാക്കെ വെച്ച് കാഹളം കേട്ട അവൻ പോയാൽ ബാക്കി ട്രെയിനെല്ലാം കൂടെ എവിടെ വീഴുമെന്നറിയാമോ? കടക്കൂട്ടത്ത് കടലിലോട്ട് വീഴും സ്വോത്രം. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനാ 2 ലോക്കോ വെച്ചിരിക്കുന്നത്. തീർന്നില്ല. 3ാമത്തെ ഉദാഹരണം കൂടെ. നിങ്ങൾ ഈ അനന്തപുരി ആശുപത്രിയുടെ മേളിൽ ചെല്ലുമ്പോൾ അതിലേക്ക് കയറി നോക്കിയാൽ മതി. തിരുവനന്തപുരം എയർപോർട്ടിൽ ഇങ്ങനെ വിമാനം അടുക്കി കിടപ്പുണ്ട്. ആ സമയത്ത് എയർപോർട്ടിൽ ആ വിമാനത്തിൻ്റെ ഗ്ലാസ്സിൽ കൂടെ നോക്കണം. 2 കിളികൾ ഇരിക്കുന്നതിൽ 2 എണ്ണം തെക്കോട്ടും വടക്കോട്ടും ഇരിക്കും സ്വോത്രം. അതിൻ്റെ പേരാ പൈലറ്റ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പണ്ട് ഒരു പൈലറ്റായിരുന്നു കോഴിക്കോട് വരെ ഓടിച്ചുകൊണ്ട് വന്നത്. ഗൾഫിലേക്ക് മാത്രമായിരുന്നു 2 പൈലറ്റ്, ഡൽഹി വരെ. പക്ഷേ കോവിഡാനന്തര ലോകത്തിൽ പ്ലെയിൻ്റെ അകത്ത് 2 പൈലറ്റിനെ കയറ്റി. കാര്യം ഒറ്റ പൈലറ്റാ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കൊച്ചിയുടെ കടലിൽ പോകുമ്പോൾ കാഹളം കേട്ടാ ഡോറും തല്ലി പൊളിച്ച് പൈലറ്റ് പോയാൽ 120 എണ്ണം പറവോൻ ഉപ്പുവെള്ളം കുടിച്ച പോലെ താഴെ വീണ് വെള്ളം കുടിക്കും. അതറിഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി ട്രെയിനകത്ത് 2 ലോക്കോ, പ്ലെയിനകത്ത് 2 ക്യാബിനകത്ത് ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റന്മാർ. അത് കഴിഞ്ഞിട്ട് കാറിൻ്റെ പുറകെ സ്റ്റിക്കറെങ്കിൽ കൊയ്ത്തും കഴിഞ്ഞു, പലശേഖരവും കഴിഞ്ഞു. പെന്തിക്കോസുകാരായ നാം ഇതുവരെയും രക്ഷിക്കപ്പെട്ടില്ല. സ്വോത്രം. ഇതെല്ലാം ഇവിടുത്തെ പ്ലെയിനും ട്രെയിനും പറഞ്ഞു. അതായി കൃപായുഗം കഴിഞ്ഞാൽ ഈ ഉലകത്തിന് എന്ത് സംഭവിക്കും, ഭൂമിക്ക് എന്ത് സംഭവിക്കും? 5 ഭാഗങ്ങൾ പറയുമ്പോൾ ഈ രാത്രി സമാപിക്കും. വായിക്കാം. കുഞ്ഞാട് മുദ്രകളൊന്ന് പൊട്ടിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13. ഇന്നത്തെ ലോക സംഭവം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, വായിച്ചോട്ടെ മക്കളെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. മൈക്ക് കൊടുത്താട്ട് മക്കളെ, നാട്ടുകാരൊക്കെ ലൈവും പോകുന്നുണ്ട്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. ഈ ബൈബിൾ ഉള്ളവരെല്ലാം എടുക്കണം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അടുത്ത വാക്ക്, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. നമുക്ക് ഇന്ന് രാത്രി നിലാവെളിച്ചം തരുന്ന ചന്ദ്രൻ രക്തതുല്യമായ. അടുത്ത വാക്ക്,
അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട്, പൊന്നമാമ നാട്ടുമാങ്ങ വലിച്ചിടുന്നത് പോലെ അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഇനി സംഭവിക്കാൻ പോകുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടുന്ന പോലെ. അടുത്ത വാക്ക് വായിച്ചാൽ മക്കളെ, പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ദൈവസഭ എടുക്കപ്പെട്ടാൽ പ്രപഞ്ചത്തിനുള്ള മാറ്റം. ശ്രദ്ധയോടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24:3-4-5 റിവേഴ്സ് ടു ബുക്ക് ഓഫ് റെവലേഷൻ. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു. എന്താ മറുപടി? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കലായി. അതിന് മാത്രമല്ല ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ദൈവസഭ എടുക്കപ്പെട്ടാൽ ബൈബിൾ കൂടെ വെച്ചിരിക്കണം. മത്തായി 24:29-30 ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീടും. അപ്പോൾ മനുഷ്യപുത്രൻ മഹാ തേജസ്സോടെ ശക്തിയോട് ആകാശ മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ. 1, ഇസ്രയേൽ ഇന്ന് രാത്രി കത്തുന്നു. 2, ആന്റി ക്രൈസ്റ്റ് കമ്പ്യൂട്ടർ മൈക്രോചിപ്പ് അവൻ നിൽക്കുന്നു. 3, പ്രപഞ്ചം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. 4, ഒരേകലോക മതത്തിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങൾ ദൈവസഭ എടുക്കപ്പെട്ടാൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം, സൂര്യൻ കരിമ്പടം, ചന്ദ്രൻ രക്തതുല്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ. ഇനി ബൈബിളിലേക്ക് ശ്രദ്ധയോടെ ഇരിക്കണമേ. ബൈബിളിനകത്ത് മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി, ഉൽപ്പത്തി, ഇന്ന് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് സൃഷ്ടിയുടെ മകുടമായി മോശയിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഭൂതലത്തിൽ ഇരുൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സൃഷ്ടിയുടെ മകുടത്തിൽ ആദ്യം സൃഷ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. തീർന്നില്ല. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിനകത്ത് പകൽ വാഴുവാനും രാത്രി വാഴുവാനും. ബൈബിൾ റെഫറൻസ് ഉൽപ്പത്തി 1:16-17-18. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ സൂര്യനാ ഈ ഭൂമിക്ക് പ്രകാശം തരുന്നത്. ഇന്ന് രാത്രി പ്രപഞ്ചത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് യൂണിവേഴ്സ്. പകൽ വാഴുവാൻ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. എന്താ നാം പാർക്കുന്ന ഭൂമി? മിൽക്കി വേ ഗാലക്സിയിലെ ഒരു ഗ്രഹമാ ഭൂമി. ഭൂമി 51 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ ഭൂമിയുടെ വലിപ്പം. അതിൽ 36 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ ഇന്ന് നാം പാർക്കുന്ന ഭൂമിയിലെ വെള്ളം. 3-2 ഭാഗം വെള്ളം. 1600 ഡിഗ്രി സെന്റിഗ്രേഡിൽ പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതലത്തിലാണ് നാം നിൽക്കുന്നത്. 23.5 ഡിഗ്രിയിൽ ഇന്നും നിൽക്കുന്നു. 23 കഴിഞ്ഞാൽ വെള്ളം കയറും, 24 തീ പറ്റും. അങ്ങനെയെങ്കിൽ അതിശയവും ഭയങ്കരമായി മനുഷ്യനെ പോലെ സ്വർഗത്തിലെ ദൈവം ഭൂമിയെ കാത്തു പരിപാലിക്കുന്നു. ശ്രദ്ധയോടെ. അങ്ങനെയെങ്കിൽ ഭൂമിക്കകത്ത് പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. ബൈബിളിലേക്കും സയൻസിലേക്കും. ഈ സൂര്യനകത്ത് ആര്? ഇന്ന് രാത്രി നമ്മുടെ പ്രിയപ്പെട്ട സൗണ്ട് സിസ്റ്റം ഇവിടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളറിയാതെ ഒരു പവർ ബാങ്ക് അല്ലെങ്കിൽ ഒരു പവർ യൂണിറ്റ് പുറത്ത് കത്തുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നെങ്കിൽ. പകൽ സൂര്യന് പ്രകാശം കിട്ടണമെങ്കിൽ സൂര്യനകത്ത് 3 ഘടകങ്ങൾ. ഒന്നാമത്തെ ഘടകം പ്രോട്ടോസ്ഫിയർ, 2-ാം ഘടകം ബ്രോമോസ്ഫിയർ, 3-ാം ഘടകം കൊറോണ. കൊറോണയ്ക്കകത്ത് ഒരു വാതകം കത്തുന്നു, അതിൻ്റെ പേര് ഹൈഡ്രജൻ. ഒരു മിനിറ്റിൽ 60 ടൺ ഹൈഡ്രജൻ കത്തുന്നു. അതുകൊണ്ട് ബൈബിൾ പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. തേങ്ങയെടുത്താൽ 1 ചിരട്ട, 1 തൊണ്ട, 2 ചിരട്ട, 3 തേങ്ങാപ്പൂൾ. അതുപോലെ സൂര്യനകത്ത് 3 ഭാഗം. സൂര്യനകത്ത് കത്തുന്ന ഹൈഡ്രജൻ ആ ഭൂമിക്ക് പ്രകാശം തരുന്നത്. അത് ചെമ്പൂരിൽ +2-ലോ 10-ാം ക്ലാസ്സിലെ സ്കൂളിലെ ടീച്ചറോട് ഓടിച്ചാൽ ബാക്കി പറഞ്ഞു. അതിന് സയൻസ് പഠിപ്പിക്കുന്ന പേരാ CME, കൊറോണൽ മാസ് എജക്ഷൻ. അതാ പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ. ഇന്ന് രാത്രി ആകാശത്തിന് കൂടിയ സൂര്യന്റെ പ്രകാശം ഇറങ്ങി വരുന്നത്. 1 ആകാശത്തിന്റെ 1-ാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ, 2 അതിൻ്റെ പേര് ഓസോൺ ലെയർ അഥവാ ഒരു കൊട, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. അതുകൊണ്ട് പണ്ട് വെള്ളരുടെ അപ്പച്ചന്മാർ പാടി ആകാശത്തിന് ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കും ചോദിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം ബൈബിളും പ്രവചനങ്ങൾ. 1,76,00,000 കിലോമീറ്റർ ഓസോണിൻ്റെ കൊട കീറിക്കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അമ്മച്ചിമാർ സൂര്യതാപമേക്കാതെ കൊട പിടിച്ചു കൊടുക്കുന്നതുള്ള ദൈവം ഭൂമിക്ക് വെച്ച കൊടയുടെ പേര് ഓസോൺ ലെയർ. അതുകൊണ്ട് ഇന്ന് രാഷ്ട്ര നേതാക്കൾ കൂടുമ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക് ഗ്ലോബൽ വാർമിംഗ്. മാർപ്പാപ്പ പറയുന്നു ആഗോളതാപനം കുറയ്ക്കണം. UN അണ്ടർ ജനറൽ സെക്രട്ടറി പറയുന്നു ആഗോളതാപനം കുറയ്ക്കണം. തീർന്നില്ല. ഡൽഹിയിലെ കാര്യം കട്ടപ്പുക. പത്രം വായിക്കുന്നവർക്കറിയാം. സ്വോത്രം. ഡൽഹിയിൽ എല്ലാ ദിവസവും വായു. സ്കൂൾ അടച്ചു കഴിഞ്ഞു. അന്തരീക്ഷ മലിനീകരണം കണ്ടു. അങ്ങോട്ട് പോയ പുകയെല്ലാം കത്ത് ഇങ്ങോട്ടിറങ്ങുന്നു ഡൽഹിയിൽ. അങ്ങനെയെങ്കിൽ ദൈവം ഈ ഭൂമിയെ എന്ത് ചെയ്യും കണ്ടോ? പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും കണ്ടോ? ചിന്നമ്മാമ അവിലേശുണ്ട് ഉണ്ടാക്കുന്നത് പോലെ ഈ ചൂട് ഇങ്ങനെ പോയി
കഴിഞ്ഞാൽ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്ന കാലം വരുന്നു. ക്യാൻസർ സെൻറ്ററിൽ റേഡിയേഷൻ കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ ക്ലാസ് റൂമിനകത്ത് കയറ്റും. നിങ്ങളെയും കയറ്റത്തില്ല, അവിടെ ഇരിക്കുന്ന ടെക്നീഷ്യൻ കയറത്തില്ല. ഇയർഫോൺ കൊടുക്കുന്നത് പോലെ അവനവിടെ കിടക്കുമ്പോൾ മേളിൽ നിന്ന് ആൽഫയും ബീറ്റയും ഗാമയും അടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിനകത്ത് മറ്റൊരു ഭാഗത്ത് ആ താപമേറ്റാൽ, റേഡിയോ തെറപ്പി ഏറ്റാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കെട്ടിപ്പൊതിഞ്ഞിട്ട് ഒരു കൃത്യസമയത്ത് കൊടുക്കത്തുള്ളൂ. മനുഷ്യൻ്റെ കോശങ്ങളെ നശിപ്പിച്ച് കളയുമെങ്കിൽ ക്യാൻസറിനേക്കാളും വലിയ റേഡിയേഷൻ ആകാശത്തിൽ നിറങ്ങാൻ പോകുന്നു. അതിൻ്റെ പേര് CME, കൊറോണൽ മാസ് എജക്ഷൻ. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്നും തിരുവനന്തപുരത്ത് 33, പാലക്കാട് 42, അത് കഴിഞ്ഞ് പുനലൂരിൽ 40, സൗദി അറേബ്യയിൽ 48, കുവൈറ്റ് 52, ദുബായ് 46. ഒരുപാട് തണുപ്പ് രാജ്യങ്ങൾ പോലും ഇന്ന് ചൂടടിക്കുന്നു. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. കേരളത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ മഴയുടെ തൊട്ടുമുമ്പിട്ട് പറഞ്ഞു, ഉച്ച സമയത്ത് റോഡിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം, സൂര്യൻ്റെ താപമേൽക്കാൻ. സഹോദരി വീണ ജോർജ്, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അവർ പല പ്രാവശ്യവും പറഞ്ഞു 12 മണി മുതൽ 3 മണി വരെ യാത്ര കുറയ്ക്കുക. പുനലൂരിൽ വെൽഡിംഗ് തൊഴിലാളി കുഴഞ്ഞു വീഴുന്നു. പാറശാലയിൽ ചെറുപ്പക്കാരെയും ബൈക്കിൽ പോകുമ്പോൾ ശരീരത്തിനകത്ത് പൊള്ളലേക്കുന്നു. പല ഭാഗങ്ങളും മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് പൊള്ളൽ. തീർന്നില്ല, ഈ സൂര്യൻ മനുഷ്യനെ കൊന്നും കളയും. പാറശാല പരശുവയ്ക്കൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട കാഴ്ച, രാജുചേട്ടൻ രാവിലെ 52കാരൻ പാടത്തിൽ പണിയാമെന്ന് കുഴിഞ്ഞാൻവിള തൊട്ടടുത്ത്. അവിടെ സംഭവിച്ചത്, ഉച്ചയായപ്പോൾ വീട്ടിൽ മടങ്ങിച്ചെന്നില്ല. 3 മണിക്ക് വീട്ടിലുള്ളവർ ചേട്ടനെ തിരക്കി വന്നപ്പോൾ രാജുചേട്ടൻ കുഴഞ്ഞു കിടക്കുന്നു, ശരീരത്തിൽ ഒരു പൊള്ളൽ. പാറശാല ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു, ആരും തട്ടിയതല്ല, സൂര്യൻ്റെ താപം ശ്വാസകോശത്തിലേറ്റ് ചേട്ടൻ മരിച്ചു വീണു. തിരുവനന്തപുരം ജില്ല പാറശാല പരശുവയ്ക്കൽ രാജു എന്ന് പറയുന്ന 52കാരൻ സൂര്യൻ അദ്ദേഹത്തെ തട്ടിക്കളഞ്ഞു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഏറ്റവും നിർണായകമായി സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ടോ, അരുണിമയുടെ പൊൻകിരണം പകരുന്ന സൂര്യൻ അന്ത്യദിനങ്ങളിൽ മനുഷ്യനെ കൊല്ലും. വായിക്കാം, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ എന്ത് സംഭവിക്കും? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചട്ടെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം, തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം സൂര്യൻ അധികാരം ലഭിച്ചു. അന്ത്യകാലത്ത് ചൂട് കൂടും, മനുഷ്യനെ കൊല്ലും. തീർന്നില്ല, രാഷ്ട്രീയക്കാരൻ കേൾക്കട്ടെ. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ അമിത്ഷാ മഹാരാഷ്ട്രയിൽ ഒരു റാലി പങ്കെടുക്കാൻ പോയി. ഉച്ചയ്ക്ക് 12 പേരെ മഹാരാഷ്ട്രയിലെ റാലി കുഴഞ്ഞു വീണ് മരിച്ചത്. പത്രങ്ങൾ മുഴുവൻ എഴുതി 12 പേർ റാലിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് നിങ്ങളുടെ പത്രങ്ങൾ കണ്ടെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അന്ത്യദിനങ്ങളിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി ഇവിടുത്തെ ചാനലുകളും ഇവിടുത്തെ വാർത്തകളും എഴുതുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ കാരാഗ്രഹത്തിൽ ഒരു അപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് എഴുതിക്കോ പ്രവചനം, അന്ത്യദിനങ്ങൾ സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി സഹോദരി വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, ശ്രീ പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ്, അമിത്ഷായുടെ റാലിയിൽ 12 പേര് കുഴഞ്ഞു വീണുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ബൈബിളിൽ ഇരുന്ന പ്രവചനം നിവർത്തിയായെങ്കിൽ ഇന്ന് രാത്രി ചെമ്പൂരിലുള്ള ദൈവമക്കൾ ഹല്ലേലൂയ, ഇന്ന് രാത്രി ചിലമ്പറയിലെ ദൈവമക്കൾ പറയണ, വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. തീർന്നില്ല, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഏകദേശം ഭൂമിയിൽ ഇന്ന് 850 കോടി വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. കുറച്ചു പേർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും, ബാക്കിയുള്ളവർ വെള്ളം കുടിച്ച് മരിക്കും. അതിൻ്റെ പേര് വാട്ടർ ഇൻഫെക്ഷൻ. എന്താ വാട്ടർ ഇൻഫെക്ഷൻ? ജലം കുടിച്ചും വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുന്നു. വായിക്കാം മക്കളെ, വെളിപ്പാട് പുസ്തകം 8, 10, 11, ബുക്ക് ഓഫ് റിവലേഷൻ മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുവോ? മൂന്നാമത്തെ ദൂതൻ വായിച്ചട്ടെ. മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം, ആകാശത്തിലെ നക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴുമെന്ന്. അടുത്ത വാക്ക്, നദികളിൽ മൂന്നിലൊന്നും നീരുറവകളിന്മേലും. ആ കിണറ്റിൽ ഈ നക്ഷത്രം വീഴുമെന്ന്. നെയ്യാറി വീഴും, കരമനയാറ് വീഴും, പമ്പയാറ് വീഴും. അവിടെ നിർത്തിയാട്ട് ആകാശത്തെ നക്ഷത്രമുണ്ടോ? 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശത്തിനകത്ത് കിടപ്പുണ്ട്. ആകാശപ്പാറയും നക്ഷത്രങ്ങളും കണ്ടു. വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. ഓൺലൈനിലും ഇത് കാണാം. അതാ കിടക്കുന്നു, വെല്ലൂരിൽ ആളെ
കൊന്നത് ഉൽക്ക. ആകാശത്തിൽ ഉൽക്ക കിടപ്പുണ്ട്, തീർന്നില്ല. റഷ്യക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്ക. യോഗം കഴിഞ്ഞ ആർക്ക് വേണേലും നോട്ട് വേണേലും തരാം. റഷ്യക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. 1945 ഓഗസ്റ്റ് 6 അമേരിക്കയുടെ 2 വിമാനങ്ങൾ എനാഗുള ബോക്സ് കാർ ഹിരോഷിമയിൽ നാഗസാക്കിയിലും 2 ബോംബിട്ട് 1.5 ലക്ഷം പേരെ മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ ഒരു ഉൽക്ക വീണാൽ 45 ലക്ഷം പേർ മരിക്കും. ദാ കിടക്കുന്ന കാര്യം. സ്വോത്രം. ആകാശത്തിനകത്ത് ഉൽക്കയുണ്ട്. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ. കേൾക്കണോ? 2009 ഈ വർഷം അമേരിക്ക ക്രിസ്മസ് ഇല്ല. 2009 അമേരിക്ക ക്രിസ്മസ് ഇല്ല. കാര്യം, ന്യൂഡൽഹിയിൽ നിന്ന് 109 ആകാശപ്പാറ ആകാശക്കൂടെ കത്തിക്കൊണ്ടുപോയി. ഈ പാറ ഇടയ്ക്കിടയ്ക്ക് കത്തുമ്പോൾ ഞങ്ങളുടെ ചില ഉപദേശിമാർ പോസ്റ്റ് ഇടുന്ന കർത്താവ് വരാറായി പാറ കത്തിയെന്ന്. സ്വോത്രം. ഇതൊന്നും തെറ്റായ കാര്യം. അങ്കമാലി തീകോളം, കോട്ടയത്ത് തീകോളം, വേളിയിൽ ഒരു തീകോളം കണ്ട ഉപദേശിമാർ ഉടനെ പോസ്റ്റ് ഇടുന്ന യേശു വരാറായി തീകോളം കണ്ടത്. സ്വോത്രം. ഇനിയെങ്കിലും ഇതിൻ്റെ പുറകെ പോകരുത്. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ ആകാശപ്പാറ, 109 അസ്ട്രോയിഡ് യാത്രയായി ജപ്പാനിൽ ചെന്നു. ജപ്പാനിൽ നിന്ന് ഈ അസ്ട്രോയിഡ് കത്തി കത്തി അമേരിക്കയിലോട്ട് കയറി. അമേരിക്കയിലെ നാസ പറഞ്ഞ് ഈ വർഷം ക്രിസ്മസ് വേണ്ട. പക്ഷേ അമേരിക്ക എത്തുന്നതിന് മുമ്പ് ഈ പാറ കണ്ടില്ല, എവിടെ പോയെന്നറിയത്തില്ല. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആകാശപ്പാറ കത്തുകയും ചെയ്യും, താഴെ വീഴുകയും ചെയ്യും. അന്ത്യദിനങ്ങൾ പറഞ്ഞു തരാം. ആകാശപ്പാറയൊക്കെ താഴെ വീഴും. ഇവിടെ അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട്. ആകാശപ്പാറയൊക്കെ താഴെ വീഴും. പണ്ട് ഏതാണെന്നറിയാമോ? സ്കൈലാബ് അങ്ങനെ പലർക്കും ഓർമ്മയുണ്ട്. അച്ഛന്മാരും മിണ്ടുന്നില്ല. പണ്ട് സ്കൈലാബ് വീഴുന്നെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ചാക്കും പതിച്ച് കട്ടിലെ കീഴിൽ കയറിയെന്ന്. സ്വോത്രം. അവൻ്റെ ചേട്ടന്മാരെല്ലാം കർത്താവിൻ്റെ വരവ് കൈവിടപ്പെട്ട വീഴുമെന്ന്. ഈ സാറ്റലൈറ്റുകൾ മേളി വിട്ടതെല്ലാം നാട്ടുമാങ്ങ വീഴുന്ന പോലെ വീഴും. ആകാശപ്പാറ എവിടെ വീഴും? നദികളിലും നീരുറവകളിലും. പെരുങ്കടവളെ ആലത്തൂരും. അത് കഴിഞ്ഞിട്ട് ആ പടപ്പിത്തോട്ടമെല്ലാം നല്ല പാറക്കോറിയുണ്ട്. പാറ പൊട്ടിച്ചാൽ എല്ലാം എവിടെ വീഴുന്നത്? ക്രഷറിലല്ല, പുറത്ത് വീഴുന്ന പോലെ ഈ പാറ നെയ്യാറിലും വീഴും, നദികളിലും വീഴും, നീരുറവ കിണറ്റിനകത്തും വീഴും. ഈ പാറ കിണറ്റ് വീഴുമ്പോൾ ചിന്നമ്മ സിസ്റ്റർ കിണർ ഇടിഞ്ഞ് താഴ്ന്നു. പിറ്റേന്ന് പത്രവാർത്ത മലയൻകിഴി അന്നമ്മയുടെ കിണർ ഇടിഞ്ഞ് താഴ്ന്നു. വല്ലാത്തൊരു പ്രതിഭാസം. സ്വോത്രം. അത് കഴിഞ്ഞ് വീണ്ടും കള്ളിക്കാട് അമ്മാമ്മയുടെ വീട്ടിലെ കിണറ്റിൽ മഞ്ഞ വെള്ളം. സ്വോത്രം. വെള്ളറടയിൽ ഒരു വെള്ളം. സ്വോത്രം. ചില ചേച്ചിമാർ പറയും, ഞാൻ ചർച്ച ആരാധനയ്ക്ക് പോയപ്പോൾ അപ്പുറത്ത് പെങ്കൊച്ചു കൊണ്ടുവന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കിയതെന്ന്. എൻ്റെ അമ്മാമ്മ ഇനിയെങ്കിലും അത് പറയരുത്. സ്വോത്രം. കൊച്ചിന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് മൊബൈൽ നോക്കാൻ സമയമില്ല, അന്നേരം ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നോക്കി കൊണ്ടിടാൻ സമയം. സ്വോത്രം. അത് മാത്രമല്ല, നല്ല സ്ഥലം, കൺവെൻഷൻ കൂട്ടം നടക്കുന്ന അരുമயான സ്ഥലം. ദാണ്ട് ഇവിടെ അനവധി മരം നിൽക്കുന്നു. ഈ മരക്കൂട്ട കേൾക്കണോ? ആകാശത്തിൽ നിന്ന് വരുന്ന അസ്ട്രോയിഡ് അത് പൊട്ടുമ്പോൾ അതിൻ്റെ ചീളി മരത്തെ കൂടെ തുളഞ്ഞങ്ങ് കയറും, വേരിനകത്തിറങ്ങും. അതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് മരത്തിൻ്റെ വേരുകളെ നശിക്കുമ്പോൾ 500 റബ്ബർ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഇങ്ങനെ കരിഞ്ഞ് നിൽക്കും. ദാ പ്ലാവും കരിഞ്ഞ് നിൽക്കും. ഇതാ അസ്ട്രോയിഡ് എക്സ്പ്ലോഷൻ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആകാശപ്പാറ മനുഷ്യൻ്റെ മേൽ വരാൻ പോകുന്നു. നദികളിലും നീരുറവകളിലും വീണു. വായിക്കാം. വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുക. ആ നക്ഷത്രത്തിന് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. അടുത്തത് വെള്ളത്തിൽ 3 കാഞ്ഞിരം പോലെയായി. വെള്ളത്തിൽ 3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ. അതാ ഞാൻ ഇന്ന് രാത്രി ഈ ചിലമ്പരയോട് പറയുന്ന 3/2 ജനം മരിക്കും വെള്ളം കുടിച്ച്. വാട്ടർ ഇൻഫെക്ഷൻ. അത് പുറകെ അടുത്ത വാക്കൂടെ പറഞ്ഞുതരാം. കേട്ടോണം. ആ വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇനി കോവിഡ് 1 ഗ്രാം എന്നല്ല, വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. ഇതിൻ്റെ ഒരു മലയാളം കൂടെ പറഞ്ഞുതരാം. ഇടയ്ക്ക് നമ്മുടെ കൊല്ലങ്കോട്, പടുവഞ്ചാൽ, പൂവാർ, പുല്ലുവിള, വിഴിഞ്ഞം, ശംഖുമുഖം ഇവിടെല്ലാം മീൻ കൂട്ടത്തോടെ ചത്ത് കിടന്ന കാഴ്ച സമയത്ത് നിങ്ങൾ കണ്ടതാ. പാഷന്മാർ മിണ്ടുന്നില്ല. ബക്കറ്റുമായിട്ട് വിഴിഞ്ഞത്ത് മീൻ മേടിക്കാൻ പോയ പാഷന്മാർ പോലും മിണ്ടുന്നില്ല. സ്വോത്രം. കണ്ടില്ലേ? അവരെല്ലാം വിഴിഞ്ഞത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച പൂവാറിൽ മീൻ ചത്ത് കിടക്കുന്നു. അപ്പം മലയാള മനോരമ നല്ല ചാനൽ, അതിലെ ചെറുപ്പക്കാരെഴുതിയ സ്രാവിൻ്റെ കറയിറങ്ങിയ മീൻകൂട്ടം ചത്തേന്ന്. സ്വോത്രം. അപ്പം ഇപ്പോഴും കണ്ട പൂവാറി സ്രാവ് വന്ന, പണ്ട് പൂവാറി സ്രാവില്ലായിരുന്നു. സ്വോത്രം. പിന്നെ ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. സ്വോത്രം. ക്ലിയർ പറഞ്ഞു തരാം. ആകാശത്തിൽ നിന്ന് അസ്ട്രോയിഡ്, ചെറിയ പാറ, അതിനകത്ത് ഫ്ലൂറൈഡ്, കടലിലെ വെള്ളം സോഡിയം ക്ലോറൈഡ്, ഇത് രണ്ടുകൂടെ മിക്സ് ആകുമ്പോൾ ഒരു ലായനിയാവും. ഇത് മത്സ്യത്തിൻ്റെ ചെകിളയ്ക്ക് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങും. പിന്നെ അവന് രക്ഷയില്ല. ആസിഡിൻ്റെ ലായനി പല്ലി വാല് മുറിച്ചിട്ട് ഓടുന്നത് പോലെ ഉൾക്കടലിൽ കിടക്കുന്ന മത്സ്യം ജീവനം കൊണ്ട് ഓടി വന്നിട്ട് ആ പൂവാറിലും വിഴിഞ്ഞത്തും മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച. കടൽ മീനുകൾ ചത്തു പൊങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീട്. ബൈബിളിനകത്തുണ്ടോ? വെളിപ്പാട് പുസ്തകം 8:8. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 8:8. ആകാശത്തിൽ നിന്ന് മല പോലെ പാറക്കൂട്ടം വീഴാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാട്ടെ.
രണ്ടാമത്തെ ദൂതനൂതി. അപ്പോൾ തീ കത്തുന്ന വൻ മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് ദാ കിടക്കുന്നു. ആകാശത്തിൽ നിന്ന് കത്തുന്ന പാറ വൻ മല പോലെ ഈ സമുദ്രത്തിനകത്തും പുഴയ്ക്കകത്തും വീഴാൻ പോകുന്നു. അടുത്തത് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. ദാ കിടക്കുന്നത് പൂവാറിലെ കടല്, പഴുവഞ്ചാലിലെ കടല്, അത് വിഴിഞ്ഞത്തെ കൊല്ലങ്കോടിലെ കടലെല്ലാം രക്തമായി തീർന്നു. മലയാളം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ രക്തവെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ. ഇവിടെ എവിടെ നല്ല ഒരു ഉൽക്ക എവിടെ വീഴണം? നെയ്യാറ് വീണ്. നെയ്യാറിന്റെ കൈവഴിയ മണ്ഡപത്തിൻ കടവ്, കള്ളിക്കാട് വഴി നേരെ ബ്രാലിമൂട് വഴി എവിടെ പഴയ കട തിരുവനന്തപുരം മുഴുവൻ ഇതെത്തോ. അരുവിക്കര ഡാമിൽ ഒരു പാറ വീണാൽ മതി അമ്മാമ്മേ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ തിരുവനന്തപുരം സിറ്റി മുഴുവൻ ഒഴുകുന്ന വെള്ളം രക്തവെള്ളമാകും. വൻമല പോലെ തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കിണറ്റിനകത്ത് ആരാ വെള്ളം കൊണ്ടൊഴിക്കുന്നത്? ഒറ്റശേഖരമംഗലം പഞ്ചായത്തല്ല. വീഴുന്ന ഒരു ഉൽക്ക ഇതിനകത്ത് വീണാൽ വരാൻ പോകുന്നത് രക്തവെള്ളമാ. അന്ത്യദിനങ്ങളിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശപ്പാറ ആകാശത്തിൽ നിന്ന് വീഴുന്നത് പോലെ വൻമല പോലെ ആകാശത്തിനകത്തുനിന്ന് പാറകൾ താഴേക്ക് വീണാൽ സമുദ്രത്തിനകത്ത്, കടലിനകത്ത് രക്തവെള്ളം, കിണറ്റിനകത്ത് രക്തവെള്ളം. തീർന്നില്ല. നെയ്യാറിൽ നിന്ന് വരുന്ന രക്തവെള്ളം. മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോണോ? ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ പാറ പൊട്ടി അതിനകത്തുനിന്ന് വലിയ രക്തം ഇവിടെ ഒഴുകുന്നതിന് മുമ്പ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരമയാഗമായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. പൂവാറിനകത്ത് രക്തവെള്ളം വെളിപ്പെടുന്നതിന് മുമ്പ്, നെയ്യാറിൽ രക്തവെള്ളം ഇറങ്ങുന്നതിന് മുമ്പ്, നിങ്ങളുടെ കിണറ്റിനകത്ത് ദാണ്ട് രക്തം പോലെ വെള്ളം വരുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യം, അത്തിവർഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ. 2 പാർട്ട് കഴിഞ്ഞു. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലും. 2, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തിൽ നിന്ന് പാറയും ഉൽക്കയും വീണ് മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം ഇവിടെ വരാറായി. സമുദ്രത്തിനകത്ത് രക്തം, ആറിനകത്ത് രക്തം, നീരുറവകയ്ക്കകത്തും കയ്പ് കാടി പോലെ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും. 3, വൻകിട ഭൂകമ്പങ്ങൾ ലോകത്തിൽ വരും. എന്താ ഭൂമിയുടെ പ്രത്യേകത? നാം പാർക്കുന്ന ഭൂമി സൂര്യന്റെ ആകാശത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ. നാം പാർക്കുന്ന ഭൂമി ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഉത്തരദിക്കിനെ നാസ്തിത്വത്തിൽ ഭൂമിയെ ശൂന്യത്തിൽ അത് തൂക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഭൂമിക്ക് 3 തട്ടുണ്ട്. 1-ാമത്തെ തട്ട് ക്രിസ്റ്റ്, 80 കിലോമീറ്റർ വീട് വെക്കാം. അത് കഴിഞ്ഞ് വെള്ളം കിട്ടും. അതിനുശേഷം 80 മുതൽ 2000 വരെ 2-ാമത്തെ തട്ട്. അതിൻ്റെ പേരാ മാൻഡേഡ്. മാൻഡേഡ് ആ കട്ടിപ്പുറത്തില. മാൻഡേഡിൻ്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാ ടെക്ടോണിക് പ്ലേറ്റ്. ടെക്ടോണിക് പ്ലേറ്റിൻ്റെ പ്രത്യേകത, 1-ാമത്തെ പ്ലേറ്റാ കന്യാകുമാരി മുതൽ കാശ്മീർ ഗൾഫ് രാജ്യം തുർക്കി വരെ ഇതിന് വിളിക്കുന്ന പ്ലേറ്റാ ഏഷ്യൻ പ്ലേറ്റ്. ഈ കന്യാകുമാരി കാശ്മീർ പറഞ്ഞപ്പോഴാ ഈ പ്ലേറ്റിൻ്റെ മേളിൽ കൂടെ ഒരാൾ യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരാ ഭാരത് ജോഡോ നടത്തിയ രാഹുൽ ജി. കരമുയരുന്നില്ലല്ലോ. ഈ പ്ലേറ്റിൻ്റെ മേളിൽ കൂടെ പുള്ളിക്കാരൻ കാശ്മീർ വരെ പോയെന്ന് സ്വോത്രം. ബാക്കി എവിടെയും കയറാതെ. അത് 1-ാമത്തെ കാര്യം. ഇനി 2-ാമത്തെ കാര്യം, അടുത്ത പ്ലേറ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ന്യൂഡൽഹി, ബർമ, റംഗൂൺ, അത് കഴിഞ്ഞിട്ട് ചൈന, അത് കഴിഞ്ഞ് നേരെ ഏറ്റവും നിർണായകമായി റഷ്യ വഴി യൂറോപ്പിലെത്തുന്ന അതിൻ്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. ബൈബിളിനകത്തുണ്ടോ? ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ. സങ്കീർത്തനം 104:5 വീട്ടിൽ ചെന്ന് വായിക്കണം. അതാ സങ്കീർത്തനം 104:5. ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട ആശാരിയാർ തിരുവല്ലക്കാരൻ ഗോപിനാഥൻ ആശാരിയല്ല. അതുകൊണ്ട് ഇയ്യോബിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇയ്യോബേ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകയിരത്തിൻ്റെ രാശി ചക്രങ്ങളെ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? കാർത്തികയുടെ ചങ്ങലകളെ നിനക്ക് അഴിക്കാൻ കഴിയുമോ? അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനം പരശുരാമൻ അടിപറിഞ്ഞതൊന്നുമല്ല. ഭൂമി സ്വർഗത്തിലെ ദൈവത്താൽ പടയപ്പെട്ടതാ ഭൂമി. സ്വോത്രം. ഇന്ന് രാത്രി 1, 2 അതാ ഞാൻ പറഞ്ഞ് 52 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ, 52 കോടി ചതുരശ്ര ലക്ഷം കിലോമീറ്റർ PSCക്ക് വരും. 3-2 ഭാഗം വെള്ളം, 36 കോടി, 1600 ഡിഗ്രി പമ്പരം പോലെ, 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഈ ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളയ്ക്കുന്നു. ഉപരിതലത്തിനകത്ത് കൃഷി ചെയ്യുന്നെങ്കിൽ അധോഭാഗം തീ. അത് കഴിഞ്ഞിട്ട് ഭൂമിയുടെ 4-ാമത്തെ തട്ട് കേട്ടോണം. 4-ാമത്തെ തട്ടിൻ്റെ പേരാണ് ഇന്നത്തെ ക്രിസ്റ്റ് മാൻഡേഡ്. അതിന് പേര് കോർ.
കോറിനകത്ത് 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ ട്രെയിനിനകത്ത് സ്ലീപ്പർ, AC, ഫസ്റ്റ് ക്ലാസ് പോലെ. സ്വോത്രം. അതാണ് പാതാളം, യാതനാസ്ഥലം, പുറത്തെ ഇരുട്ട്. അതിന് TPM കാരൻ നല്ലോണം പറയും, ഹെഡ്സ് അബസോസ് സ്ട്രട്ടസ്. അങ്ങനെ ഭൂമിക്ക് കീഴെ പാതാളം ഉണ്ടെന്ന് വല്ലവർക്കും അറിയാമോ? കർത്തൃദാസ് ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞപ്പോൾ പഠിച്ചില്ല, ഈ സുവിശേഷവും എന്തിനാ? നിത്യ നരകത്തിലേക്കല്ല, നിത്യ വീട്ടിലേക്ക് പോകാനാ. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. 2 വഴി പറഞ്ഞു കേട്ടില്ലയോ? അതുകൊണ്ടല്ലയോ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. പാതാളം ഉണ്ടോ? ഞങ്ങളല്ല. ബൈബിളിനകത്ത് യേശു പറഞ്ഞു. അങ്ങനെ ഒരു അച്ചായനില്ലായിരുന്നു നമ്മുടെ ചെമ്പൂരിൽ പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ ധനവാൻ തോമാച്ചായൻ? അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? സഭയിൽ പോകാതെ ദൈവകൃപയിലൊക്കെ നിന്ന് ഇപ്പം കാശൊക്കെയായി പോകാത്ത ധനവാന്റെ വീട്ടിനോട് ചേർന്ന് വേറൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു, പാവപ്പെട്ട ലാസർ. ലാസറിൻ്റെ പ്രത്യേകത എന്തോ? വല്ലപ്പോഴും റൊട്ടിയും കട്ടൻ ചായയും കിട്ടും. ആ കാലത്ത് കോവിഡ് അടിച്ചത് ഒമിക്രോൺ 2 എണ്ണത്തിനെ അടിച്ചു. സ്വോത്രം. 2 എണ്ണത്തിനെ കൂടെ 108 ആംബുലൻസ് എവിടെ കൊണ്ടുപോയി? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ധനവാനെ ലാസറിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ആ സമയത്ത് ധനവാൻ്റെ കാര്യം പോക്കാന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു പേപ്പർ മേടിക്കാൻ കിംസിൽ കൊണ്ടുപോവാം. കിംസുകാർ നോക്കിയിരിക്കുമല്ലേ സ്വോത്രം. ഒരു 4-5 ലക്ഷം രൂപ അടിച്ച് പ്രോട്ടീൻ ട്രിപ്പും കൊടുത്ത് എന്തായാലും കോവിഡ് ഔട്ടാക്കി. സ്വോത്രം. എന്നിട്ടും അച്ചായൻ രക്ഷപ്പെട്ടില്ല. അതിൻ്റെ ഇടയ്ക്കായി ലാസർ കൊണ്ട് ചെന്ന് 2-ാം ദിവസം ട്രിപ്പ് ഇടുന്നതിന് പെട്ട് കാര്യം പോയി. പിന്നെ ആര് കൊണ്ടുവന്ന് ആംബുലൻസ് കയറ്റുമെന്ന് അറിയത്തില്ല. എനിക്കറിയത്തില്ല. വട്ടിയൂർക്കാവിലോ മലമുകളിലോ ചെമ്പൂരോ ഏത് റബ്ബറും തോട്ടത്തിൽ അടയ്ക്കുമെന്ന് അറിയത്തില്ല. സ്വോത്രം. ഒരു ഭാഗം അവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ ലാസറിനെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. സ്വോത്രം. ഇന്നത് നിൽക്കട്ടെ. ആ